ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഇതാണോടി ചോദിക്കേണ്ടത്? എന്തിനിവന്റെ വണ്ടി കയറി വന്നൂന്നല്ലേ പറയുന്നോണ്ട് വിരോധമൊന്നും തോന്നരുത്. അല്പം മാനവും മര്യാദയായിട്ട് ജീവിക്കുന്നവരാ ഞങ്ങള്. അപമാനിക്കരുത്. അതിന് ഞാൻ എന്താ മുത്തശ്ശി ചെയ്തത്? അയ്യോ എന്റെ കൊച്ചേ, നിനക്കൊരു ഭാര്യയില്ലേ? ഭാര്യയുള്ള ഒരാള് മറ്റൊരു സ്ത്രീയുമായിട്ട് കറങ്ങുന്നത് ശരിയാണോ? മുത്തശ്ശി വെറുതെ സിദ്ധുവിനെ കുറ്റം പറയണ്ട. ഞാനാ സിദ്ധുവിനെ വിളിച്ചു വരുത്തിയത്. ആര് വിളിച്ചു വരുത്തിയാലും അത് ഇവിടെ വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. കല്യാണം കഴിക്കാൻ ഒരു അവസരം കിട്ടിയതാണല്ലോ. എന്തുകൊണ്ട് അന്നത് ചെയ്യാൻ ഞാൻ? സിദ്ധു നിന്റെ കൂടെ ഈ പടി കയറി വരുമ്പോ കൊള്ളുന്ന ഒന്നുണ്ട്. മരിച്ചുപോയ എന്റെ മോന്റെ ആത്മാവ്. ആ വിചാരം വല്ലതും നിനക്കുണ്ടോ? അതെങ്ങനെയാ? ഞങ്ങളെ നാണം കെടുത്തി അടങ്ങൂന്നും പറഞ്ഞിരിക്കുകയാണല്ലോ രണ്ടുപേരും. ദേവിക ഒരു തെറ്റും ചെയ്തിട്ടില്ലമ്മേ. വഴിയിൽ വെച്ച് കണ്ടു, കൂട്ടിക്കൊണ്ടു വന്നു. പ്രായപൂർത്തിയായ രണ്ടുപേര് ഒരു വാഹനത്തിൽ സഞ്ചരിക്കുന്നത് എങ്ങനെയമ്മ തെറ്റാവുന്നത്? പിന്നെ അമ്മേ, ഞങ്ങൾ പരസ്പരം അറിയാവുന്നവരല്ലേ, കല്യാണം കഴിക്കാൻ ഇരുന്നവരല്ലേ. ഞങ്ങൾ ഒരുമിച്ച് സഞ്ചരിച്ചെന്ന് വെച്ച് ആകാശം തൊടിഞ്ഞു വീഴാൻ പോകുന്നില്ലല്ലോ അമ്മേ. അതെ, അത് നിങ്ങളുടെ തോന്നല്. ഞങ്ങൾക്ക് അങ്ങനെ അല്ല തോന്നുന്നെങ്കിലോ. മേലാൽ ഈ വീട്ടിലേക്ക് വരരുത്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ ചെയ്യേണ്ടത് എന്താന്ന് ഞങ്ങൾക്കറിയാം. സിദ്ധു പോയിക്കോ. സോറി, ഞാൻ കാരണം സിദ്ധു ഇപ്പൊ വഴക്ക് കേട്ടത്. ഏയ്, അതൊന്നും സാരമില്ല. ചിലരെ ഒന്നും തിരുത്താൻ എത്ര ശ്രമിച്ചാലും പറ്റണമെന്നില്ല ദേവികെ. ടേക്ക് കെയർ. ഞാൻ വിളിച്ചോളാം. കണ്ടില്ലേ അഹങ്കാരം? സ്വന്തം ഭാര്യയെ കൊണ്ടുവന്ന് ഇറക്കി വിടുന്ന പോലെയല്ലേ അവൻ ഇവളെ കൊണ്ടുവന്ന് ഇറക്കി വിട്ടത്. എന്നിട്ടൊരു ടേക്ക് കെയർ. എന്തിനാടി സുധിയുടെ വിധവയെന്നും പറഞ്ഞ് നടക്കുന്നത്? ഇങ്ങനെ പൊട്ടാ പകല് പരസ്യമായിട്ട് അഴിഞ്ഞാടാനാണെങ്കിൽ ഇനി ഈ വീട്ടിൽ താമസിക്കാൻ സമ്മതിക്കില്ല. ഇറങ്ങിക്കോണം എങ്ങോട്ടെങ്കിലും. അമ്മ, തെറ്റ് ചെയ്യുന്നില്ലെന്ന നല്ല ബോധ്യമുണ്ട് എനിക്ക്. ഓ, അതുള്ളിടത്തോളം കാലം ഞാൻ ഈ വീട്ടിൽ തന്നെ ജീവിക്കും. അതെന്റെ അവകാശ. അവനെവിടെ സിദ്ധു? എനിക്കറിയില്ല. നിങ്ങൾ ഒരുമിച്ചല്ലേ വന്നത്? വന്നത് ഒരുമിച്ചൊക്കെ തന്നെയാ. കാമുകിയുടെ ഫോൺ വന്നപ്പോ ഭാര്യയായ എന്നെ വഴിയിൽ ഇറക്കി വിട്ടിട്ട് ചേച്ചിയമ്മയുടെ അനിയൻ പോയി. ആണോ? എങ്കിലത് നന്നായെന്നേ ഞാൻ പറയൂ. ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ അവന് നിന്നേക്കാൾ വലുതാ ദേവികയെന്ന്. ഞാൻ ഭാര്യയാണ്. എനിക്ക് എന്റേതായ അവകാശങ്ങളും ഉണ്ട്. അത് നിഷേധിക്കാനൊന്നും ഇവിടെ ആർക്കും പറ്റില്ല. എടി, കല്യാണത്തിന്റെ അന്ന് താലി പൊട്ടിച്ചെറിഞ്ഞ ഭാര്യയല്ലേ നീ? അങ്ങനെയുള്ള ഒരുത്തി എങ്ങനെയാടി സിദ്ധുവിന്റെ ഭാര്യയാവുന്നത്? ഭാര്യയാവാൻ താലി ഉണ്ടാവണമെന്നൊന്നുമില്ല. ഞങ്ങൾ മാരേജ് രജിസ്റ്ററിൽ ഒപ്പിട്ടിട്ടുണ്ട്. നിയമത്തിന്റെ മുൻപില് ഞങ്ങൾ ഭാര്യയും ഭർത്താവുക. ഓഹോ, ആ പദവിയൊക്കെ ഇപ്പൊ പോവും. നിയമപരമായിട്ട് തന്നെ അത് കട്ടാവും. ഞാൻ സമ്മതിച്ചാലല്ലേ? നിന്നെ കൊണ്ട് സമ്മതിപ്പിക്കും. സമ്മതിച്ചില്ലെങ്കിലേ കോടതിയിൽ പോവും. കാണാം. അല്ല, അവൻ വിളിച്ചിട്ടല്ലേ നീ പോയത്? എന്തിനാ അവൻ വിളിച്ചത്? എന്താടി നിന്ന് പരുങ്ങുന്നത്? അത് പിന്നെ പറയാൻ എന്തെങ്കിലും മടിയുണ്ടോ? ഒന്നുമില്ല, ഭയങ്കര ക്ഷീണം. ഒന്ന് കുളിക്കട്ടെ. ഒന്ന് നിന്നേടി അവിടെ. എന്തോ കുഴപ്പമുണ്ടല്ലോ. നിന്റെ മുഖത്തൊരു പരിഭ്രമം കാണാനുണ്ടല്ലോ. ഒന്നുമില്ല, അതൊക്കെ വെറുതെ ചേച്ചിയമ്മയ്ക്ക് തോന്നുന്നത്. ആണേ നിനക്ക് കൊള്ളാം.
പിന്നെ ഇന്നലെ രാത്രി ഞാൻ ഒരു സ്വപ്നം കണ്ടു. നഷ്ടപ്പെട്ടു പോയ എന്റെ ആ മാലയില്ലേ, അത് തിരിച്ചു കിട്ടിയെന്ന്. ആണോ? ആ, എവിടുന്ന്? അതൊന്നും എനിക്കറിയില്ല. സിദ്ധുവാ കൊണ്ടു തരുന്നത്. ഹോ, എനിക്കുണ്ടായ സന്തോഷമേ. സിദ്ധു കൊണ്ടു തരുമ്പോ അത് നീ എടുത്തിട്ടില്ല. ആ, അത് വിട്. അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട്. നീ അതൊന്ന് മനസ്സിൽ വെച്ചേക്കല്ലേ കേട്ടോ. ശരി ചേച്ചിമ്മ, ഞാനതൊക്കെ അപ്പോഴേ മറന്നു. ഒരബദ്ധം ആർക്കും പറ്റുമല്ലോ. ആ, പക്ഷേ എന്റെ മാല ആരെങ്കിലും കട്ടിട്ടുണ്ടെങ്കിൽ അടിച്ച് ഞാൻ ഷേപ്പ് മാറ്റി കളയും. അത്രയ്ക്കൊക്കെ വേണോ? ആ, വേണം. മോഷണം ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. എന്താ അമ്മ? ശരത്ത് എവിടെയുണ്ട്? പുറത്താ. എന്താ? അത്യാവശ്യമായിട്ട് വീട് വരെ ഒന്ന് വരാമോ? എന്തു പറ്റിയമ്മേ? ആ സിദ്ധു ഇവിടെ വന്നിരുന്നു. എന്തിന്? അവന്റെ ഭാര്യ വീടാണല്ലോ ഇത്. ഭാര്യ വിടൂ? അതെ, ആ അധികാരത്തോടെ അവൻ പെരുമാറിയത്. അച്ഛനത് അനുവദിച്ചു കൊടുത്തോ? അതിന് അച്ഛൻ ഇവിടെ ഇല്ലല്ലോ. അല്ല, ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. അച്ഛൻ അവളുടെ സൈഡല്ലേ നിൽക്കൂ. ഞാനിപ്പോ തന്നെ വരാം. ശരി. എന്നെ മനസ്സിലായോ? ഞാൻ ശരവണൻ. ഒരു കാലത്ത് ഞാനായിരുന്നു ശരത്തിന്റെ വലങ്കൈ. നമ്മൾ തമ്മിൽ ഒരു തവണ കണ്ടിട്ടുണ്ട്. എന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നേ? ഞാനും നിങ്ങളും തമ്മിലൊരു ശത്രുതയില്ലല്ലോ. ഓ, ശരത്ത് പറഞ്ഞിട്ടായിരിക്കും അല്ലേ? ആ പേരിവിടെ മിണ്ടിപ്പോയി. എന്റെ ഏറ്റവും വലിയ ശത്രു അവനാ, ശരത്ത്. അവൻ എന്നെ കൊല്ലാൻ നോക്കുക. അതിനു മുമ്പ് എനിക്കറിയാവുന്ന രഹസ്യങ്ങൾ മുഴുവൻ പറയേണ്ടവരോടൊക്കെ പറയണം. അതിനാ നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇങ്ങനെ ഒരു നാടകം കളിക്കണമെന്ന് ഒരാഗ്രഹവും എനിക്കില്ലായിരുന്നു. ഞാൻ വിളിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ വന്നോന്ന് വരില്ല. അതാ പിടിച്ചോണ്ട് വന്നത്. എന്താ എന്നോട് പറയാനുള്ളത്? നിങ്ങളുടെ മകൻ സുധിയുടെ മരണം ആര് കാരണം സംഭവിച്ചു എന്നാ നിങ്ങൾ കരുതുന്നത്? ആ ഡോക്ടർ നിരഞ്ജനും അക്ഷരയും കാരണമെന്നാണോ? അവരുടെ കാർ ഇതിനിടയിൽ വന്നില്ലായിരുന്നെങ്കിലും ആ മരണം നടക്കുമായിരുന്നറിയാമോ? കാരണം സുധി മരിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അത് ശരത്തായിരുന്നു.